ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ, മഹാനായ പൗലോസ്, ഭാഗം 233. വ്യക്തിപരമായ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് പൗലോസ് കൊലോസ്യർ ലേഖനം അവസാനിപ്പിക്കുകയാണ്. തന്നോട് കൂടെയുള്ള പല സഹോദരന്മാരുടെയും വ്യക്തിപരമായ അഭിവാദനങ്ങൾ പൗലോസ് രേഖപ്പെടുത്തുന്നത് ഏകദേശം 10 പേരുടെ പേരുകളാണ്. തനിക്ക് അവിടെ വളരെയേറെ സഹാരികൾ ഉണ്ടായിരുന്നു എന്ന് ഈ പേര് വിവരങ്ങളിൽ നിന്നും തെളിയുന്നു. അതെടുത്ത് കാണേണ്ടത് തന്നെയാണ്. എന്നാൽ അതിനു മുമ്പായി പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ. എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിൻ്റെ വാതികൾ തുറന്നു തരികയും താൻ സംസാരിക്കേണ്ടും വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിനെന്ന് പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. മാത്രമല്ല, സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവിൻ എന്നും, ഓരോരുത്തരോടും നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ എന്നും പറയുന്നു. പേരുകളിൽ ആദ്യത്തെ പേര് തെഹിക്കോസിൻ്റെ പേരെടുത്തു പറയും. 4-7 മുതൽ. അവൻ വാഗ്മിയോ അത്ഭുതപരമുള്ളവനോ ആയിരുന്നില്ല. അവനെ ഏൽപ്പിക്കുന്ന ജോലികൾ വിശ്വസ്തയോടെ പൂർത്തിയാക്കുന്ന ശുശ്രൂഷ തെഹിക്കോസ് നിർവഹിച്ചു പോന്നു. ഇപ്പോൾ കൊലോസ്യർക്കുള്ള ലേഖനം കൊണ്ടുപോകുന്നത് താനാണ്. മുമ്പ് എഫീസർക്ക് വേണ്ടിയും തെഹിക്കോസ് പോയിട്ടുണ്ട്. ഒനസിമോസിൻ്റെ പേരും എടുത്തു പറയുന്നുണ്ട്. ഫിലിമോൻ ഒരു ലേഖനം എഴുതുവാൻ തന്നെ കാരണം ഈ ഒനസിമോസാണ്. ആ ലേഖനം തെഹിക്കോസും ഒനസിമോസും ഒരുമിച്ചാണ് ഫിലിമോൻ്റെ അടുത്ത് കൊണ്ടുപോയത്. അവൻ ഫിലിമോൻ്റെ അടിമയായിരുന്നു. അതുകൊണ്ട് അവനെ മടക്കി അയക്കുന്നു. ഇപ്പോൾ അവൻ വിശ്വസ്തനും പ്രിയ മകനുമായി തീർന്നിരിക്കുന്നു. അവിശ്വസ്തനും മുടിയനുമായിരുന്നവൻ ഇപ്പോൾ പ്രിയ സഹോദരനായി മാറിയിരിക്കുകയാണ്. നല്ല സ്വാഗതം ലഭിക്കാനായി തെഹിക്കോസിനെ കൂടെ അയക്കുന്നു. ഇവിടെ ഒനസിമോസും പഴയ മുഖം ഏറ്റെടുക്കാൻ തയ്യാറായി കണ്ണുനീരോടും ഏറ്റുപറച്ചിലോടും കൂടെ തിരികെ ചെല്ലുന്നു. അടുത്ത ഒരാൾ അരിസ്തർഹോസാണ്. തെസ്സലോനിക്കക്കാരനായ ഈ അരിസ്തർഹോസിനെ എഫെസോസിലെ വിപ്ലവത്തിൽ ഗയോസിനൊപ്പം ശത്രുക്കൾ പിടിച്ചത് അപ്പോസ്തലപ്രവൃത്തി 20:4 നാം കണ്ടു. സഹബദ്ധൻ എന്ന് റോമർ 16:7 ഇവനെക്കുറിച്ച് പറയുന്നു. ഇവൻ പൗലോസിനോട് കൂടെ കാരാഗ്രഹത്തിലായിരുന്നു. കൈസരിൽ നിന്ന് റോമിലേക്കുള്ള കപ്പൽ യാത്രയിൽ താൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 19:29 27 കൂടി അരിസ്തർഹോസിനെ കാണുവാൻ നോക്കുക. തുടർന്ന് മർക്കോസിനെ കുറിച്ചാണ് നേരത്തെ വിവരിച്ചിട്ടുണ്ട്. എങ്കിലും ലേവ്യ കുടുംബക്കാരനും സൈപ്രസ് ദ്വീപുകാരനുമായിരുന്ന ബർണബാസ് പൗലോസിൻ്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായിരുന്നു. ബർണബാസിൻ്റെ മച്ചുനനായ മർക്കോസിനെ ഇവിടെ പൗലോസ് പരിചയപ്പെടുത്തുന്നു. മച്ചുനൻ എന്നതിന് പെങ്ങളുടെ മകൻ എന്നതിനേക്കാൾ പിതൃ സഹോദരപുത്രൻ എന്നാണ് അതിൻ്റെ ഗ്രീക്ക് ഭാഷയിലെ വാക്കിൻ്റെ അർത്ഥം. നീണ്ട കാലയളവിന് ശേഷം മർക്കോസ് പൗലോസിൻ്റെ സ്നേഹിതനായി റോമിൽ സഹകാരിയായി പ്രവർത്തിച്ചു. 2 തിമോത്തി 4:11 മുമ്പ് ശുശ്രൂഷയ്ക്ക് കൊള്ളാത്തവൻ എന്ന് വിധിച്ച മർക്കോസിനെ ശുശ്രൂഷയ്ക്ക് ഉപയോഗമുള്ളവൻ ആകയാൽ കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞിരിക്കുന്നു. മർക്കോസിനെ കുറിച്ചുള്ള വിവരം നേരത്തെ അറിയിച്ചതുകൊണ്ട് കൂടുതലായി വിവരിക്കുന്നില്ല. തുടർന്ന് യൂസ്തോസ് എന്ന യേശുവിനെ കുറിച്ചാണ്. ഈ പേരിൽ വേറെ 2 പേർ കൂടിയുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 1:23-18:7 യൂസ്തോസ് എന്ന ലാറ്റിൻ വാക്ക് ഇംഗ്ലീഷിൽ ജസ്റ്റിസ് എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം നീതിയുള്ള എന്നാണ്. യോശുവ എന്നതിന് തുല്യമായ വാക്കായി യേശു എന്ന പേര് കണക്കാക്കി വരുന്നു. യഹൂദന്മാരിൽ നിന്നും വേർപെട്ടു വന്നവരിൽ ഒരുവനാണ് യൂസ്തോസ് യേശു. ഇവൻ പൗലോസിന് വളരെ ആശ്വാസകാരിയായിരുന്നു. തുടർന്ന് എപ്പഫ്രാസിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളിൽ ഒരുത്തനായ, അതായത് കൊലോസ്യക്കാരനായ എപ്പഫ്രാസ് വളരെയേറെ അധ്വാനിക്കുന്നവനും കഷ്ടപ്പെടുന്നവനും ആയിരുന്നു. കൊലോസ്യയിലെ നോസ്റ്റിക് തത്വജ്ഞാനികളുടെ ഉപദ്രവം മനസ്സിലാക്കിയ പൗലോസ് അതിനു തക്കവണ്ണമുള്ള എഴുത്താണ് ഇവിടെ തയ്യാറാക്കുന്നത്. മാത്രമല്ല, ലൂക്കോസിനെ കുറിച്ചും പറയുന്നുണ്ട്. ലൂക്കോസിനെ കുറിച്ചും മുമ്പ് വിവരിച്ചിട്ടുണ്ട്. എങ്കിലും ലൂക്കോസ് ഒരു പുറജാതി വൈദ്യനായിരുന്നു. എന്നാൽ ഒരു ഉറച്ച ക്രിസ്തുഭക്തനും പൗലോസിൻ്റെ സഹപ്രവർത്തകനുമായി താൻ മാറുകയായിരുന്നു. ലൂക്കോസിനെ കുറിച്ചുള്ള വിവരങ്ങൾ 2 തിമോത്തി 4:11 ഫിലിമോൻ 24 നാം കാണുന്നുണ്ട്. സുവിശേഷം എഴുത്തുകാരായ മർക്കോസും ലൂക്കോസും പൗലോസിൻ്റെ സഹപ്രവർത്തകരാണ്. പൗലോസ് തൻ്റെ രോഗചികിത്സയ്ക്കായി പ്രസിദ്ധനായ ലൂക്കോസ് വൈദ്യനെ ചെന്ന് കാണുകയും അന്നു മുതൽ ലൂക്കോസ് പൗലോസിനെ അനുഗമിച്ചു വരികയും ചെയ്യുന്നതാണ്. ഇവിടെ വന്ദനം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ തൻ്റെ പ്രിയ വൈദ്യനും ഉൾപ്പെടുന്നു. തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.